ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സംസ്കൃത കഥാരചനയിൽ 1ാം സ്ഥാനം എ ഗ്രേഡ് നേടിയിരിക്കുന്ന പാനൂരിൽ നിന്നും വന്നിരിക്കുന്ന ഷിഖിന PB ആണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം. നമസ്കാരം. സുഖല്ലേ? സുഖം. പാനൂർ എവിടെ വീട്? പാനൂർ പൊന്നിയത്തവിട്. പാനൂർ സ്കൂളിലാണ്. ഈ സ്കൂളിന്റെ പേര് ചോദാവൂർ ഹയർ സെക്കൻഡറി. ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പം പഠിക്കുന്ന എത്ര ക്ലാസ്സിലാ? 9ൽ. ഇപ്പൊ ഹൈസ്കൂൾ ഭാഗത്തിലാണ് അല്ലെ? ഹൈസ്കൂൾ ഭാഗത്തിലാണ് സംസ്കൃത കഥാ രചനയില് 1ാം സ്ഥാനം എ ഗ്രേഡും കിട്ടിയിരിക്കുന്നത്. പുണ്യം പാലം കടന്നിട്ട് പോണോ വീട്ടിലോട്ട്? പാലം കിടക്കണം. അപ്പൊ ഇന്ന് പാലം കടന്നിട്ട് ഇങ്ങോട്ട് വന്നു. ഒരു ദിവസം എത്ര തവണ പാലം കിടക്കും? എപ്പോഴൊക്കെയാ? രാവിലെ വൈകിട്ട്, അതായത് സ്കൂളിലോട്ട് പോകുമ്പോഴും തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴാണ്. ശരി, ഇപ്പൊ കൂടെ ആരൊക്കെ വന്നിരിക്കുന്നത്? ടീച്ചറുടെ പേര് ഹിമ ടീച്ചർ, പിന്നെ ഷീബ ടീച്ചർ. 2 ടീച്ചർമാരാണ് വന്നിരിക്കുന്നത്. ആരാണ് ഈ സംസ്കൃത കഥാരചനയ്ക്ക് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ്? ഹിമ ടീച്ചറാണ്. സംസ്കൃത അധ്യാപികയാണോ? ആണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു സംസ്കൃതത്തിലേക്കോട്ട് മാറിയത്? എന്താണ്? അത് എനിക്ക് ഇഷ്ടം സംസ്കൃതം പഠിക്കാനായി. അപ്പൊ അങ്ങനെ മാറിയത്. ഈ സംസ്കൃതത്തോട് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താ? അങ്ങനെയൊന്നും ഇല്ല, പഠിച്ചു വന്നപ്പോ ഇഷ്ടായി. എന്ത് പഠിച്ചു വന്നപ്പോ? 1ാം ക്ലാസ് തൊട്ട് പഠിക്കുമ്പോ. അപ്പൊ 1ാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിക്കുന്നുണ്ട്? അത് ശരി. അത് തന്നെ പഠിക്കാൻ അങ്ങനെ ഇഷ്ടായി അതിന്റെ അകത്തേക്ക് തന്നെ വന്നു. അങ്ങനെ ടീച്ചർ ഹിമ ടീച്ചർ പറഞ്ഞു, മോള് ഇതില് പഠിക്കണം, ഇതിൽ ഇങ്ങനെ കഥ എഴുതണം എന്നൊക്കെ പറഞ്ഞു അല്ലേ? ഓക്കെ, ഞാനൊരു സംസ്കൃതക്കാര് കാര്യം ചോദിച്ചോട്ടെ? പറയാൻ പറ്റുവാണെങ്കിൽ അറിയാൻ വേണ്ടിയാണ്, നമുക്ക് ചോദിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഭക്ഷണം കഴിച്ചോ എന്നുള്ളത് എങ്ങനെയാ സംസ്കൃതം ചോദിക്കുന്നത്? ഭക്ഷണം അത് എനിക്കറിയില്ല. ഓക്കെ, വീട്ടിൽ നമ്മൾ സംസ്കൃതം സംസാരിക്കാറുണ്ടോ? ഇല്ല. ടീച്ചറോട് സംസ്കൃതം സംസാരിക്കാറുണ്ടോ? ക്ലാസ് ടീച്ചർ എന്തൊക്കെ ചോദിക്കും സംസ്കൃതത്തില്? ടീച്ചർ അങ്ങനെ പേരിനെന്താ പറയാ? പേര് ഹിമ ടീച്ചർ. അല്ല, പിന്നെ സംസ്കൃതത്തിൽ പേരെന്താ ചോദിക്കുക? പേരെന്താണ്? തവ നാമ കിം. തവ നാമ കിം. കിംന്നേ ഉള്ളൂ. നവ നാമ കിം. തവ നാമ കിം എന്നാണ്. തവ നാമ കിം എന്നാണ് സംസ്കൃതത്തിൽ എന്താണ് പേര് എന്നുള്ളത് അല്ലേ? ഓക്കെ. എന്തായാലും നമുക്ക് ഓരോ ഭാഷയിലും വ്യത്യസ്തമായ രീതിയിലാണ് പേര് ചോദിക്കുന്നതും അതിന്റെ ഉത്തരമൊക്കെ. ഇന്ന് ചിലപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നതാണ്. ചില പേര് ചോദിക്കുന്നത്, നമ്മളിപ്പം കന്നഡയിലാണെങ്കിൽ എസറു എന്നൊക്കെ ചോദിക്കും അല്ലേ? ഹിന്ദിയിൽ എന്താ ചോദിക്കുക? ക്യാ ഹേ? മേരാ നാം ഷിഖാന. ഓക്കെ. ഇംഗ്ലീഷ് എന്ത് ചോദിക്കും? വാട്ട് ഈസ് യുവർ? അപ്പൊ നമ്മൾ ഓരോന്നിലും ഓരോ രീതിയാണ്. തമിഴിൽ എന്താ ചോദിക്കുക അറിയോ? ഉന്റെ പേരെന്നെ എണ്ണേ, ഉൻ പേരെണ്ണേ. അപ്പൊ എന്താ പറയും? ഓക്കെ, ശരി. പിന്നെ ഇത് എന്താ വിഷയം എന്തായിരുന്നു? ത്യാഗസ്യ സഫലത എന്നുവെച്ചാല് ത്യാഗത്തിലൂടെ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജിയുടെ കാര്യമാണ് അല്ലെ? അപ്പൊ എങ്ങനെ 2 പേജിൽ കവിയാതെയാണോ എഴുതേണ്ടത്? എങ്ങനെയാ കഥ എഴുതേണ്ടത്? അത് ഞാൻ അറിയുന്ന പോലെ. എത്ര ടൈമാണ് നിങ്ങൾക്ക്? 2 മണിക്കൂർ. 2 മണിക്കൂർ. എഴുതാൻ തുടങ്ങുന്ന സമയത്താണ് നമുക്ക് വിഷയം തരുന്നേ? അങ്ങനെയാണ്. അപ്പം പഠിച്ചിട്ട് ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം? സംസ്കൃത അധ്യാപികയാണോ എന്താണ്? അല്ലെങ്കിൽ സംസ്കൃത കഥാരചയിതാവായിട്ട് അറിയപ്പെടാനാണോ എന്താണ്? സംസ്കൃത അധ്യാപികയാണ്. അപ്പൊ ഹിമ ടീച്ചറെ പോലെ തന്നെ ആവാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ? ടീച്ചർ എവിടെ ഉണ്ടോ? ടീച്ചർ അവിടെ ഉണ്ട്. ഓക്കെ, നല്ല കാര്യം. അപ്പൊ എന്തായാലും തവ നാമ കിം എന്താണ് പേര് അല്ലെ? അപ്പൊ ഒന്ന് പ്രോഗ്രാം കാണുന്ന ആൾക്കാർ ഒന്ന് എഴുതി വെച്ച സംസ്കൃതത്തിലെ പേരെന്താന്ന് ചോദിക്കുക. ഒന്ന് പറഞ്ഞ മോളെ. തവ നാമ കിം എന്താണ് പേര്? ഇപ്പം വീട്ടിലിരിക്കുന്ന പിന്നെ മക്കള് അച്ഛൻ വന്ന അച്ഛനോട് ചോദിക്കുക, അച്ഛാ തവ നാമ കിം. അപ്പൊ അച്ഛൻ പറയും ആനങ്ങാണ്ടി ഇരുന്നോളെന്ന് പറയും അല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ അറിയാത്ത ഭാഷകൾ അറിയാൻ വേണ്ടി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്ന കുഴപ്പമൊന്നുമില്ല. അത് നമ്മളെക്കാൾ ചെറിയവരായാലും മുതിർന്നവരോടായി കഴിഞ്ഞാൽ. എന്തായാലും നമ്മുടെ ഇനി സംസ്ഥാന തലത്തേക്ക് പോണം. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ ഹിമ ടീച്ചറും വീട്ടിൽ നിന്ന് ആരും വന്നോ? രക്ഷാക്കള് വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, അച്ഛൻ, അമ്മയുടെ പേരെന്താ? വിദ്യ. അച്ഛന്റെ പേര് സുജിത്ത്. പിന്നെ ചേച്ചി അദീന. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന 3 അധ്യാപകന്മാരാണ് കൂടെ വന്നിരിക്കുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ഹിമ ടീച്ചർ, ഷീബ ടീച്ചർ, പിന്നെ പ്രത്യൂഷ് മാഷും ഉണ്ട്. അപ്പൊ എല്ലാവരും പാനൂർ തന്നെയാണ്. എല്ലാവരും പാനൂരാണ്. അപ്പൊ വളരെ സന്തോഷമാണ് നമ്മുടെ കണ്ണൂർ വിഷന്റെ ഈ ഒരു തത്സമയ സ്റ്റുഡിയോയിൽ വന്നതില്. ഈ മത്സരം ഫസ്റ്റ് ഡേ ആണ് കഴിഞ്ഞല്ലേ? ആദ്യ ദിവസം കഴിഞ്ഞു. 18-ാം തീയതിയാണ് മത്സരം കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു മത്സരത്തിലേ ഉള്ളൂ? വേറെ മത്സരം ഉണ്ടോ? ഒന്നുമില്ല. എന്തായാലും ഭാവിയിൽ നമ്മൾ പറഞ്ഞ ഹിമ ടീച്ചർ പോലെ ഒരു സംസ്കൃത അധ്യാപികയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസ. കൂടെ നമ്മുടെ കണ്ണൂർ വിഷന്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു സ്നേഹ സമ്മാനം. ഇത് ചെറുതാണേ, ഇനി സംസ്ഥാനത്ത് വലിയ സമ്മാനമായിട്ട് വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു.